നമ്മൾ തൃശൂർ പൂരത്തിലെ ഇത്തവണയും തിടമ്പ് എടുക്കാൻ വേണ്ടി തലപ്പൊക്കവുമായി നിൽക്കുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കുറിച്ച് സൂചിപ്പിച്ചു. കേരള രാഷ്ട്രീയത്തിൽ അതേപോലെ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ പോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിത്വമായിട്ടാണ് കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും KPCC അധ്യക്ഷനുമായ കെ സുധാകരൻ ഒന്ന് നിവർന്നു നിന്നാൽ ഏഴ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനേക്കാളും തലപ്പൊക്കമുണ്ട് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ആ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട എന്ന നിലപാടാണ് ഒരു വിഭാഗത്തിന്. എന്നാൽ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലും അധ്യക്ഷ പദവിയിൽ മാറ്റം വേണമെന്നുള്ള ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അധ്യക്ഷന്റെ അനാരോഗ്യം തിരിച്ചടിയാണ് എന്ന റിപ്പോർട്ട് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ തന്നെ പല രംഗങ്ങളിൽ, പല ഘട്ടങ്ങളിൽ, ടെലിവിഷൻ ചാനലുകളിലൊക്കെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നടന്നൊക്കെ വരുമ്പോൾ പണ്ട് നടന്നു വരുന്നത് പോലുള്ള ആ എടുപ്പുണ്ടോ, എന്തിനും പോകുന്ന രീതിയിൽ, എന്താടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് തിരിച്ചു പറയാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ പ്രായാധിക്യം എന്ന വാക്ക് ഒരു ഉദ്ധരണിക്കകത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രായാധിക്യവുമില്ല, അദ്ദേഹം ഇപ്പോഴും ഊർജ്ജസ്വലനാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം തിരിച്ചടിയാണ്. പല കാര്യങ്ങളിലും ഓർമ്മക്കുറവൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട്. അധ്യക്ഷ മാറ്റത്തിൽ തീരുമാനം ഉടൻ തന്നെ ഉണ്ടായേക്കും. തിരുവനന്തപുരത്ത് ഇന്ന് നേതാക്കൾ ചർച്ച നടത്താൻ പോവുകയാണ്. സൂര്യഗായത്രി ചേരുന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരനെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ദിവസം അത്രമേൽ സുപ്രധാനമാണോ സൂര്യഗായത്രി? KPCC അധ്യക്ഷ സ്ഥാനത്തൊരു മാറ്റമുണ്ടാകും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനകത്ത്. പക്ഷേ നേതൃമാറ്റത്തെ സംബന്ധിച്ച് ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യമാണുള്ളത്. ദേശീയ നേതൃത്വം ഉൾപ്പെടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറണം എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലടക്കം മോശം ആരോഗ്യാവസ്ഥ, അത് കെ സുധാകരന്റെ മോശം ആരോഗ്യാവസ്ഥ തിരിച്ചടിയാകും. അതുകൊണ്ട് അധ്യക്ഷ ത്തുടൻ മാറ്റം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ദീപാദാസ് മുൻഷി അടക്കം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ ഈ വിഷയം സംബന്ധിച്ച് ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേതൃസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിലുള്ള അന്തിമ തീരുമാനത്തിൽ ഒരു കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടർന്നാൽ മതി എന്നുള്ള അഭിപ്രായമുള്ള ഒരു വിഭാഗവും, അതല്ല നേതൃമാറ്റം അനിവാര്യമാണ് എന്ന് നിലപാടെടുക്കുന്ന മറുവിഭാഗവും ഉണ്ട് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ നിൽക്കുമ്പോൾ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ, ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉള്ള നടപടികളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശശി തരൂരും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തന്നെ തുടർന്നാൽ മതി എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. മുരളീധരൻ പരസ്യ പ്രതികരണമൊക്കെ നടത്തി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്ത ഒരു സാഹചര്യത്തിൽ കെ സുധാകരനെ പോലെയുള്ള ഒരു വ്യക്തിയെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല, അത് ഒരു തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലാണ് ഒരു പക്ഷത്തിനുള്ളത്. പക്ഷേ നേതൃമാറ്റം അത് KPCCയിൽ അനിവാര്യമാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരും മറുപക്ഷത്തുണ്ട്. പക്ഷേ ദേശീയ നേതൃത്വം ഉൾപ്പെടെ ഒരു മാറ്റം വേണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം കെ സുധാകരനെ കഴിഞ്ഞ ദിവസം നേരിട്ട് വിളിച്ച് തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ വരുമ്പോൾ ആരാകും പുതിയ KPCC അധ്യക്ഷൻ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തുടക്കത്തിൽ കുറച്ചധികം പേരുടെ പേരുകൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് പരിഗണനയിലുണ്ടായിരുന്നു. അതിപ്പോൾ അടൂർ പ്രകാശിന്റെ പേര്, റോജി എം ജോണിന്റെ പേര് ഉൾപ്പെടെ പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് സാമുദായിക പരിഗണനയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ അത് രണ്ട് പേരുകളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള ആൾ തന്നെ വരണം എന്നുള്ളൊരു തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടുപേരുടെ പേരുകളിലേക്ക് ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നത്. അതിൽ കോട്ടയംകാരനായിട്ടുള്ള ആന്റോ ആന്റണി, അതുപോലെ തന്നെ ഇടുക്കിക്കാരനായിട്ടുള്ള സണ്ണി ജോസഫ്, ഇവർ രണ്ടുപേരിലും ആരെങ്കിലും ആകും KPCCയിലെ പുതിയ അധ്യക്ഷൻ എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിന്റെ നേതൃത്വത്തിനകത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ തള്ളിപ്പറയുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. കാരണം രണ്ടുപേരും മുൻ DCC പ്രസിഡന്റുമാരായിട്ട് ഉണ്ടായിരുന്നവരാണ്.
പേരുകളാണ്. ആന്റോ ആന്റണി കോട്ടയം മുൻ DCC അധ്യക്ഷനായിരുന്നു. സണ്ണി ജോസഫ് കണ്ണൂരിലെ മുൻ DCC അധ്യക്ഷരായിരുന്നു. ഇരുവരും KSU നേതൃത്വത്തിൽ നിന്നാണ് അവരുടെ കോൺഗ്രസ് രാഷ്ട്രീയം ആരംഭിക്കുന്നത് തന്നെ. ആന്റോ ആന്റണി 2019 മുതൽ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിൽ വിജയിക്കുന്ന വ്യക്തിയാണ്. പേരാവൂരിലെ MLA ആണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. ഇനി ഇവരിൽ ആരാകും പുതിയ KPCC അധ്യക്ഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇനി അഥവാ ഈ ചർച്ചയ്ക്കിടയിൽ മറ്റേതെങ്കിലും പേരുകൾ ഉയർന്നു വരാനുള്ള സാധ്യതയും നമുക്ക് അതേസമയം തള്ളിക്കളയാൻ കഴിയില്ല. ഈ വിഷയത്തിലൊക്കെ K മുരളീധരൻ തന്നെ പരസ്യ വിമർശനം നടത്തി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം MLAയും MPയും ഒക്കെയാണ് ഇരുവരും എന്ന് പറയുമ്പോഴും രണ്ടുപേർക്കും നേതൃത്വത്തിനകത്ത് DCC അധ്യക്ഷൻ എന്ന ചുമതലയിൽ മാത്രമേ ഇരുന്നുള്ള പരിചയമുള്ളൂ. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം പ്രബലനായ ഒരു നേതാവാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം എതിർപക്ഷത്ത് നിൽക്കുന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവായിരുന്നു K സുധാകരൻ. K സുധാകരനെ പോലെയുള്ള ഒരു KPCC അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അത്രത്തോളം പരിചയമുള്ള അല്ലെങ്കിൽ അത്രത്തോളം സുധാകരനെ പോലെ തന്നെ ഒരു ശക്തനായിട്ടുള്ള അധ്യക്ഷനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആ പേരുകളിൽ ആന്റോ ആന്റണിയും സണ്ണി ജോസഫിന്റെയും പേര് മതിയാകുമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നേതൃമാറ്റം അത് ഉടൻ വേണം, അനിവാര്യമാണ് എന്നുള്ള തീരുമാനം ദേശീയ നേതൃത്വം K സുധാകരന്റെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. അത് ഉടനെ ഉണ്ടാകും. ഒരു പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരുകളാണ് നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ഇവരിൽ ആരായിരിക്കും പുതിയ KPCC അധ്യക്ഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തെ പരാജയമൊക്കെ മറികടന്ന് വലിയ വിജയം സ്വന്തമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. K സുധാകരൻ അധ്യക്ഷനായിരുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടി വലിയ വിജയം സ്വന്തമാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് K സുധാകരൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്തുണ്ടായത്. അതിൽ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത് ഉൾപ്പെടെ 3 ഉപതെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ ഇരുന്നപ്പോൾ വലിയ വിജയങ്ങൾ, വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കി. സംഘടനയിൽ തന്നെ പല തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ പുതിയ ആളെ തെരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിൽ ഒരു കൂടിയാലോചനകൾ വേണ്ടതായിട്ടുണ്ട്. K സുധാകരനെ പോലെ തന്നെ വലിയ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ അത്രത്തോളം വിപുലമായിട്ട് ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നിലവിൽ ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനും അത്തരത്തിൽ കഴിയും എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളും അതിനാകില്ല എന്ന് വിമർശനങ്ങൾ ഉയർത്തുന്ന നേതാക്കളും ഈ സംസ്ഥാന നേതൃത്വത്തിലുണ്ട്. ഈ ഭിന്ന അഭിപ്രായങ്ങൾ കാരണമാണ് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പേര് നിർദ്ദേശിക്കാൻ ഇത്രയും കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പല പരിപാടികളും കോൺഗ്രസിന്റേത് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. AICCയുടെ പ്രക്ഷോഭ പരിപാടി നടക്കുന്നുണ്ട്. KC വേണുഗോപാലാണ് പങ്കെടുക്കുന്നത്. മറ്റൊന്ന് KPCCയുടെ സംവിധാൻ ബച്ചാവോ റാലി നടക്കുന്നുണ്ട്. അപ്പോൾ ദീപദാസ് മുൻഷിയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ, K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് തലസ്ഥാനത്തുണ്ട്. ഇന്ന് നേതാക്കൾ ഈ നേതൃമാറ്റം സംബന്ധിച്ചൊരു ചർച്ച കൂടുന്നതിന് വേണ്ടിയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കാം എന്നുള്ളതാണ് പ്രതീക്ഷ. നാളെ ഹൈക്കമാൻഡിലും സംസ്ഥാനത്തെ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ആരാകും K സുധാകരന് പകരം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. അതിൽ ചില പേരുകൾ ഇപ്പോൾ മുന്നിലുണ്ട് എങ്കിലും ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. അതിൽ ഇനിയും കൂടിയാലോചനകളും ചർച്ചകളും നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ചർച്ചകൾക്കൊക്കെ ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുക. അതിദീർഘമായ റിപ്പോർട്ടാണ് സൂര്യഗായത്രി നൽകിയത്. കോൺഗ്രസ് നേതാവ് K സുധാകരന്റെ KPCC അധ്യക്ഷ പദവി എത്രത്തോളം തുടരും എന്നുള്ള റിപ്പോർട്ട്. കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ പറയാം. അത് കർണാടകയിലെ ന്യൂനപക്ഷ മന്ത്രി, കർണാടകയിലെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായിട്ടുള്ള സമീർ അഹമ്മദ് ഖാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട്